ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന രാവിലത്തെ കലാപരിപാടി ആട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ കോഴികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ തുളസീൻ്റെ ഇല പറിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ തുളസീൻ്റെ ചെടി ഇവിടെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, നട്ടുണ്ടാക്കിയതാണ്. നമ്മൾ സാധാരണ നമ്മളെ താഴെ ഭാഗത്ത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ആക്കി വരുമ്പോൾ കുറച്ച് പറിച്ച് കൊണ്ടല്ലാണ്, അത് 2 ദിവസത്തൊക്കെ ഉണ്ടാവും അങ്ങനെ കേട്ടോ. പിന്നെ ഞാനൊരു തൈ നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഒരു തുളസീൻ്റെ ചെടി ഉണ്ടാകുന്നത് നല്ലതല്ലേ. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ ഇതാക്കുന്ന ഒരു തൈ നട്ട് ഇപ്പം അതിൽ ഒരു നമുക്ക് അത്യാവശ്യത്തിന് ഇല ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി വെള്ളം കാച്ചി കൊടുക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി പറിക്കാനൊക്കെ. അപ്പോൾ ഇതേപോലെ കോഴി വളർത്തുന്ന വീട്ടിലെല്ലാവരും വീട്ടിൽ വേണം തുളസീൻ്റെ ഇല, അതേപോലെ മഞ്ഞൾ, പനിക്കൂർക്കലൊക്കെ. പനിക്കൂർക്കൽ ഞാനിവിടെ നടും, കോഴികൾ ചെനക്കും, അങ്ങനെ നാശമായിട്ടാക്കി കളഞ്ഞിട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചുണ്ട്, നമുക്ക് ഇലയൊന്നും നുള്ളാനായിട്ടില്ല. അപ്പോൾ തൽക്കാലം നമ്മുടെ തുളസീൻ്റെ ഇല ആയിട്ട് എടുക്കുന്നത്. പിന്നെ ആ ഒരു താഴെ ഭാഗത്തായിട്ടോ നമ്മുടെ തുളസീൻ്റെ ഇലയൊക്കെ പറക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി വാഴയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാറ്റത്തൊരു വാഴ വീണ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉണ്ണിക്കാമ്പ് എടുത്തിട്ട് വേണം ഈ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഇതാക്കുന്ന വാഴൻ്റെ തൈകളാട്ടോ വെച്ചിരിക്കുന്ന ഇവിടെയൊക്കെ. അപ്പോൾ എല്ലാം ആയി വന്നിട്ട് ഇനിയിപ്പോൾ വാഴയൊക്കെ വലിയതായി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ണിക്കാമ്പൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ താഴെ ഭാഗമാട്ടോ, നമ്മുടെ വീട് ആ ഒരു താഴെ ഭാഗത്തായിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കാടൊക്കെ കുറഞ്ഞുകൊണ്ട് കോഴികളൊക്കെ ഇപ്പോൾ താഴത്തെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്പായ എന്ന് പറഞ്ഞത് കാണില്ല, പപ്പായ ഭയങ്കര ഹൈറ്റിലാട്ടോ. പിന്നെ താഴെ ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു, നമ്മുടെ ഈറ്റാച്ചി വന്നപ്പോൾ അത് നശിപ്പിച്ച് കളഞ്ഞ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ അധികം ഇല പറിക്കൽ. നമ്മുടെ ഇതിപ്പോൾ നല്ല ഹൈറ്റിലാണ്, മുരിങ്ങൻ്റെ ഇലയും അതേപോലെ പപ്പായൻ്റെ ഇലയൊക്കെ നല്ല ഹൈറ്റിലാട്ടോ. അപ്പോൾ ഈ കമ്പ് പറിച്ച് കളയാത്തത് കൊണ്ട് ഈ കുഞ്ഞു കമ്പ് വരുമ്പോൾ തന്നെ മുത്തുമോള് പറിച്ച് കളയും കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന പറിച്ച് കളയാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ നല്ല വണ്ണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇല ഞാൻ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം ഈ തണ്ടിൻ്റെ ഈ തെമ്പ് മുറിച്ച് കളഞ്ഞിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തേയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തണ്ട് പൊട്ടി തേയ്ക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാക്കുന്ന തുളസീൻ്റെ ഇല, കുറച്ച് 2-3 വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പനിക്കൂർക്കൽ എൻ്റെ അടുത്തില്ല കേട്ടോ, കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ കുറേ നടാനൊക്കെ ശ്രമിച്ച് നട്ട് ഒരു മുള പൊട്ടി വരുമ്പോഴേക്ക് നമ്മുടെ കോഴികളാകെ നാശമാക്കും കേട്ടോ. ഇത് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ ടൗണിൽ പോയപ്പം പച്ചക്കറി വാങ്ങാൻ കയറിയപ്പോൾ അവിടെ നിന്ന് മഞ്ഞൾ കണ്ടപ്പോൾ ഞാൻ കുറച്ച് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് എടുത്തോ എന്നാണ്. ഇതിൽ പൈസയൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് മഞ്ഞൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാനല്ലേ. ഞാൻ ആ ചേട്ടായിൻ്റെ വീഡിയോയിലാട്ടോ കോഴിമുട്ടയൊക്കെ കൊണ്ട് കൊടുക്കൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുള പൊട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നടാലോ വിചാരിച്ചു. അപ്പോൾ നല്ല വിത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടായി. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ഗ്രോ ബാഗിൽ ഇതേപോലെ മുള പൊട്ടിയ മഞ്ഞൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോഴികൾ ഒരു സാധനം എന്താ പറയുക നടാൻ സമ്മതിക്കുന്നില്ല, ഒക്കെ അവിടെയൊക്കെ വന്നിട്ട് നാശമാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ പോയി നോക്കുമ്പോൾ മുളയൊക്കെ പൊട്ടി ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചേട്ടായി തന്ന കേട്ടോ ഈ ഒരു മഞ്ഞൾ കോഴിക്ക് അരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മഞ്ഞളൊന്നുമല്ല, മൂപ്പ് കുറച്ച് കുറവാട്ടോ. നല്ല മൂത്ത മഞ്ഞളിലൊക്കെ നല്ല മഞ്ഞ കളർ ഉണ്ടാവും, നല്ല എന്താ പറയുക ഒരു മഞ്ഞയല്ല ഒരു ഓറഞ്ച് കളർ പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു കഷ്ണം കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് മുള പൊട്ടി വിത്തും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഗ്രോ ബാഗിലേക്ക് നടണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഞ്ഞളൊക്കെ നടാൻ. നമ്മുടെ കോഴികൾക്കൊക്കെ എപ്പോഴും വേണ്ട ഒരു സാധനമല്ലേ പനിക്കൂർക്കൽ അങ്ങനെയൊക്കെ. അപ്പോൾ പനിക്കൂർക്കലൊന്നും എവിടെയും പിടിച്ച് കിട്ടുന്നില്ല, നമ്മുടെ കോഴികളൊന്നും വെച്ചേക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കഷ്ണം കൂടി ഇതിട്ടിട്ട് ചതച്ചിട്ട് ഈ ഒരു വെള്ളമാട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞിന് ഇന്ന് കൊടുക്കുന്നത്. ഇത് ചെറിയ മിക്സിൻ്റെ ജാറിലിടുമ്പോൾ നല്ലതുപോലെ അരയും. ഇതിൽ കുരുമുളക് പൊടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ മടിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുരുമുളക് അവിടെ നിന്ന് ഒഴിവാക്കി. നമ്മുടെ രാവിലെ ചക്രമുള കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ താളിച്ചപ്പം കുരുമുളക് പൊടിച്ചപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മിക്സിൻ്റെ ജാറിലിട്ടെടുത്താൽ പിന്നെ അതെന്താ പറയുക നല്ലതുപോലെ അരഞ്ഞങ്ങ് കിട്ടിക്കോളും. ഞാൻ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആര്യവേപ്പിൻ്റെ ഇല കിട്ടിയത്. അപ്പോൾ ആ ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ നമ്മൾ കുറേ ദിവസമായി ഇത് പുകയ്ക്കുന്ന ഒരു 10-11 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെ തോന്നുന്നത്, കുറേ ആയി. അപ്പോൾ ഇത് തീർന്നിട്ട് വേണം ഇനി പറിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നന്നായിട്ടുണ്ട് കേട്ടോ ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത് തീരാതെ നമ്മൾ പറിച്ച് വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കാം കേട്ടോ. അത്
അപ്പോൾ അതിൻ്റെ ഒരു പിടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറവ് വന്നാൽ പനിക്കൂർക്കലാട്ടോ. പനിക്കൂർക്കൽ എനിക്കിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് കോഴിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ എന്താ പറയുക, മഞ്ഞളും അരിവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാകും. ഇത് തന്നെയായിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കൽ. ഇത് കിട്ടുന്ന സമയത്ത് ഇത് തന്നെയായിട്ട് ഞാൻ കൊടുക്കുക. ഇത് ഇപ്പോൾ ഇതാട്ടെ നമ്മുടെ അരപ്പ് ഇതാക്കുന്ന അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 3 ദിവസം വരെ ഉപയോഗിക്കും കേട്ടോ. ഇത് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അരച്ച് വെച്ചാൽ മതി. എന്നാൽ പിന്നെ കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയ കോഴികൾക്കും ഒക്കെ ഇത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഇവിടെ കിട്ടാനുള്ളത് കൊണ്ട് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് പപ്പായൻ്റെ ഇലയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടെന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. വലിയ കോഴികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഗ്രോവറാണ് എടുത്തിരിക്കുന്നത്. ഗ്രോവറിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചിട്ടാണ് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ പരുവത്തിലല്ല, വെള്ളം ഒഴിക്കാറുണ്ട്. വലിയ കോഴികൾക്കൊക്കെ വെള്ളം കുറച്ച് ഒഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തവിട് നന്നായിട്ട് മിക്സ് ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ തീറ്റ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്തും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു കാലാവസ്ഥയിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള തീറ്റയൊക്കെ കൊടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് വരികയും എന്താ പറയുക, തീറ്റ ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ചിലവ് കുറച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ക്ഷീണമായിരിക്കും. നല്ല ഉഷാറായി വരണമെങ്കിൽ ഒരു മാസം വരെയെങ്കിൽ നല്ല രീതിക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾ ഒരു മാസം വരെ നല്ല വളർച്ചയിൽ നല്ല അസുഖമൊന്നുമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ രാവിലത്തെ വിശേഷമായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളത് ചെയ്യാറുണ്ടായിരിക്കാം. കോഴി വളർത്തുന്ന ആൾക്കാരൊക്കെ ചെയ്യും. പിന്നെ കോഴിനെ സ്റ്റാർട്ടിങ്ങിൽ വളർത്തി എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുക. അല്ലാതെ എല്ലാവരും ഇതേപോലെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ തന്നെയായിരിക്കും എല്ലാവരും ചെയ്യുന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എന്തായാലും അറിയിക്കാം. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഇന്നലെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ടൈമിന് വിളിക്കുക. അല്ലാത്ത സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല. നിങ്ങളെ കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. കഴിയുന്ന വൈകുന്നേരം ടൈമിൽ വിളിക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ആട്ടോ നമുക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്. ഒരു മാസം പ്രായമായതും ഒരു മാസം പ്രായമാവാനായതും ആട്ടത് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ വലിയ കോഴികളെ നമ്മളിവിടെ കൊടുക്കുന്നില്ല കേട്ടോ. വലിയ കോഴികളെ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേരൻറ്റ് സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. പിന്നെ 4 മാസം പ്രായമായതൊക്കെ ഉണ്ട്. പക്ഷെ 4 മാസം പ്രായമായതിനെ ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊടുക്കാനുള്ളത് ഈ ഒരു മാസം പ്രായമായതും അതിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവരെ വേണ്ടവർ നമ്മളെ ഒരു കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യാം. അതിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.